മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയിലടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തങ്ങളെ അളക്കാൻ നോക്കണ്ട എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ KM ഷാജിയുടെ ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. നോക്കി നിൽക്കാൻ സാധിക്കില്ല, ചൊറിയാൻ വന്നാൽ നേരിടും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ലീഗിന്റെ ഒരു തീരുമാനം. ലീഗ് അത് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എന്തായാലും മറ്റൊരു വശം നോക്കുമ്പോൾ CPIM ഇപ്പോൾ അതിലൊരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറല്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റിയാസ് KM ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, എന്തായാലും തെരഞ്ഞെടുപ്പ്, അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരാമർശങ്ങളൊക്കെ നടത്തിയത് ഒരു കുഴപ്പിക്കേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് CPIM മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പരാമർശം കൂടുതൽ ചർച്ചയാകുന്നത് ഒരു നിഷ്പക്ഷ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെയൊക്കെ ഇത് ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഭദ്ര. തീർച്ചയായും, കാരണം CPIM-നകത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശത്തോട് രണ്ടഭിപ്രായമാണുള്ളത്, ഭിന്നാഭിപ്രായമുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് പൊതുവെ ഈ പാണക്കാട് തങ്ങന്മാർ സാധാരണ ഈ പാണക്കാട് കുടുംബത്തിലെ ആരാണോ ആ കാലഘട്ടത്തിലെ മുതിർന്ന അംഗം, അവർ പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന ഒരു ചരിത്രം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുതലുള്ള കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടേക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെയായി ഇപ്പോൾ അത് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്തൊന്നും തന്നെ നേരത്തെ അവർ ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരാണെങ്കിൽ കൂടിയും അവരെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സമീപനം CPIM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ വേളയിൽ മുഖ്യമന്ത്രിയിൽ നിന്നും വന്ന ഒരു വാചകം അത് ഉചിതമായില്ല എന്നൊരു അഭിപ്രായം CPIM-നകത്ത് തന്നെയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരുമുണ്ട്. അതായത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയായി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, അത് വേലിയിൽ കിടന്ന പാമ്പിനെ തോളിൽ ഇട്ട ഒരു അവസ്ഥയാകുമോ എന്നൊരു ആശങ്ക CPIM-നകത്തുണ്ട്. നിലവിൽ ഈ നിഷ്പക്ഷ ന്യൂനപക്ഷമൊക്കെ അത്യാവശ്യം ഈ CPIM-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുന്നത് BJP-ക്കെതിരെയുള്ള ഒരു പോരാട്ടം ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഈ നിഷ്പക്ഷ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെയധികം നിർണായകവുമാണ്. മറ്റ് ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ലീഗിനൊപ്പമുള്ള ആളുകൾ കൃത്യമായി UDF-ന് വോട്ട് ചെയ്യുമ്പോൾ LDF-നെ സംബന്ധിച്ച് കൂടുതൽ വോട്ടുകൾ വരുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിലെ BJP-ക്കാരോ കോൺഗ്രസുകാരോ അല്ലാത്ത ആളുകളും CPIM പ്രവർത്തകർക്ക് പുറമെയുള്ള നിഷ്പക്ഷ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളുമൊക്കെയാണ്. പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗം സമസ്ത, EK സമസ്തയിൽ തന്നെ, പ്രധാനപ്പെട്ട സമസ്തയിലെ തന്നെ ഉള്ള മറ്റ് ആളുകൾ, ഈ ലീഗ് അനുഭാവികളല്ലാത്ത ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെയാണ് CPIM-ന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മീയാചാര്യന്മാരിൽപ്പെട്ട ഒരാളാണ്. അവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെങ്കിൽ കൂടിയും അതിനപ്പുറത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് CPIM പലപ്പോഴും ഈ പാണക്കാട് കുടുംബാംഗങ്ങളെയൊന്നും മുസ്ലിം ലീഗിനെ ശക്തമായി ആക്രമിക്കുമ്പോൾ പോലും പാണക്കാട് കുടുംബാംഗങ്ങളെ വ്യക്തിപരമായി ഒന്നും പറയാതിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാക്കിൽ അത്തരമൊരു പരാമർശമുണ്ടായി. അത് മുസ്ലിം ലീഗ് വളരെയധികം ശക്തമായി അതിനെ എതിർക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് കടുപ്പിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഏറ്റവും ആദ്യം മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ആ പരാമർശത്തിന് പിന്നാലെ തന്നെ മലപ്പുറത്ത് മിനിഞ്ഞാന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. പിന്നീട് മിനിഞ്ഞാന്ന് വൈകിട്ട് നടക്കുന്ന ഒരു പൊതുസമ്മേളനത്തിൽ അതിരൂക്ഷമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള KM ഷാജി വളരെ ശക്തമായി അതിനെ എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇന്നലെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക അതിനെതിരായ മുഖപ്രസംഗം എഴുതി മുഖ്യമന്ത്രിക്ക് രൂക്ഷമായ വിമർശനം നടത്തി. മുഖ്യമന്ത്രി സംഖ്യയാണെന്ന തരത്തിലുള്ള പരാമർശം KM ഷാജിയുടെയും ചന്ദ്രിക ദിനപത്രത്തിന്റെയും ഭാഗത്തു നിന്ന് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ വലിയ തോതിൽ മുസ്ലിം ലീഗ് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമ്പോൾ തന്നെ CPIM-നെ സംബന്ധിച്ച് അതിന് തൽക്കാലം മറുപടി പറയേണ്ട എന്നൊരു തീരുമാനമാണ്. അതിൽ തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ മിനിഞ്ഞാന്നത്തെ ആ ഒരു ഇതുമായി
ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടന്ന ഇടത്തിലുള്ള സംസാരങ്ങൾ ദേശാഭിമാനി പത്രം, പാർട്ടി പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഭാഗം അതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഈ പരാമർശം ദേശാഭിമാനിയിലില്ല, പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി ഇല്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇന്നലെ കണ്ണൂരിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്നുകൂടി മയപ്പെടുത്തിയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി വിമർശിച്ചത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന വ്യക്തിയെയല്ല, പകരം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ് വിമർശിച്ചത് എന്ന തരത്തിലേക്ക് അതിനെ മയപ്പെടുത്തുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ അത് ചർച്ചയാക്കണ്ട എന്നുള്ളത് തന്നെയാണ് CPM-നകത്തെ ഒരു പൊതുവായ ഒരു നിലപാട്. കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ നിഷ്പക്ഷ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത് പിന്നീട് ഒരു വൈകാരിക തലമായി മാറി അത് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. പകരം എന്തെങ്കിലും തിരിച്ചു മറുപടി പറയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാകാം എന്നുള്ളതാണ് CPM-ൽ ഒരു പൊതുവായ ധാരണ. അതേസമയം മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധവുമായി പോകുന്നു. UDF-ലെ മറ്റ് ഘടകകക്ഷികളും ആ ഒരു പ്രതിഷേധത്തിനും മറ്റുമായി പിന്തുണയുമായി ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. അവരും പാണക്കാട് തങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു. മുസ്ലിം സാമുദായിക സംഘടനകളിൽ നിന്ന് തന്നെ ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കത്തിലാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF അടക്കമുള്ള കക്ഷികളുള്ളത്. ഭദ്ര. തീർച്ചയായും റിയാസ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് റിയാസ് മന്ത്രി അദ്ദേഹമൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ KPCC അധ്യക്ഷനെ പറയുമ്പോഴൊന്നും VD സതീശന് പറയാൻ വാക്കുകളില്ല. പക്ഷെ പാണക്കാട് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാത്രം എന്തിനാണ് ഇത്തരത്തിൽ രോഷാകുലനാകുന്നത് എന്നൊക്കെ ഒരു പരാമർശമുണ്ട്. അതായത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ മതങ്ങളെ പോലും അല്ലെങ്കിൽ മത സാമുദായിക സംഘടനകളെ പോലും വലിച്ചഴയ്ക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നൊരു പ്രസ്താവന നടത്തുകയാണ് മുഹമ്മദ് റിയാസ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി CPM-ന്റെ, അതായത് പ്രത്യക്ഷത്തിൽ ഒരു സമരത്തിനോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു പ്രതിരോധത്തിനോ അവർ തയ്യാറാകില്ല എങ്കിലും ഒരു ഉള്ളിൽ അവർ ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധത്തിലേക്കുള്ള നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടാകില്ലേ? കാരണം ഈ പ്രത്യേകിച്ചും ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ മുസ്ലിം ലീഗ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ അത്തരം പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രതിരോധിക്കാനുള്ള ഒരു മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇനി വരുന്ന 24 മണിക്കൂറുകളല്ല, അല്ലെങ്കിൽ ഇനി വരുന്ന 48 മണിക്കൂറിന് അപ്പുറത്തുള്ള സമയം, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് CPM-നകത്ത് പൊതുവെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് മുൻകൈയെടുത്തുകൊണ്ട് ലത്തീൻ സഭയും മുസ്ലിം ലീഗും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ ഈ ഒരു മുഖ്യമന്ത്രിയുടെ വിമർശനം അത് ഒരു ശരിയായതില്ല എന്നൊരു CPM-ൽ ഒരു വിഭാഗത്തിന് ആ ഒരു അഭിപ്രായമുണ്ട്. അത് അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്, പാർട്ടിക്കുള്ളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു സൂചന. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാതിരിക്കുക എന്നുള്ളതാണ്. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് പോലെ ആ കാര്യങ്ങളിൽ തൽക്കാലം മൗനം വെടിയുക. ഇനി അഥവാ ഇനി കടുത്തൊരു പ്രതിഷേധ സാഹചര്യം തന്നെ മുസ്ലിം ലീഗിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ വരികയാണെങ്കിൽ അത് അടുത്ത 48 മണിക്കൂറിന് ശേഷം അതിന് മറുപടി നൽകുക എന്നൊരു നയത്തിലേക്കായിരിക്കും CPIM നീങ്ങുക. ഭദ്ര. ശരി, വ്യക്തമാണ് റിയാസ്. എന്തായാലും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം, അതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഒപ്പം UDF, കോൺഗ്രസ് അടക്കമുള്ള മറ്റ് നേതൃത്വങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിലും സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പരാമർശം നടത്തേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് CPIM. റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമായിരിക്കും. എന്തായാലും ആ ഒരു സമയത്ത് വ്യക്തമായ മറുപടി നൽകാനായിരിക്കും ഇനി CPIM-ന്റെ നീക്കങ്ങൾ ഉണ്ടാവുക. എന്തായാലും ചെറിയ രീതിയിലുള്ള പ്രതിരോധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി KPCC പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം UDF-ന് ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്. പക്ഷേ സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാത്രം എന്തിനാണ് ഇത്തരത്തിൽ രോഷാകുലനാകുന്നത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇനി എന്തായാലും ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ പരസ്യ പരാമർശങ്ങൾക്കോ CPIM മുതിരില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.